നമ്മളെ ട്രംപളിയൻ ഏതായാലും നല്ലോണം കുടുങ്ങിയിട്ടുണ്ട് മക്കളെ. ഒരു രക്ഷയിലാണ് കുടുങ്ങിയിട്ടുണ്ട്. ഇപ്പം ഗൾഫ് രാജ്യങ്ങൾക്കുള്ള ഇറാൻ്റെ ആപ്പ് എന്താ അറിയോ? ഞങ്ങളെ എണ്ണയും ഞങ്ങളെ ഓയിലും കാര്യങ്ങളൊന്നും വിൽക്കാൻ പറ്റുന്നില്ല, നിങ്ങളും വിൽക്കണ്ട. ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിറ്റാൽ മതി. അതേപോലെ ഒരു മുന്നറിയിപ്പ് പറഞ്ഞ കാര്യം എന്താ അറിയോ? അമേരിക്കൻ്റെ സൈനികർ, അമേരിക്കൻ്റെ സംവിധാനങ്ങൾ, ആ കാര്യങ്ങളൊന്നും ഇനി ഗൾഫ് രാജ്യങ്ങളിൽ വേണ്ട. നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇറാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് മനസ്സിലായില്ലേ? ഇപ്പം ഞങ്ങൾ കുറച്ച് കാലമായിട്ട് നിങ്ങൾ അടിച്ചുകൊണ്ട് നിൽക്കല്ലേ? അമേരിക്കൻ സംവിധാനത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അമേരിക്കൻ എന്തെങ്കിലും സംവിധാനങ്ങൾ ഞങ്ങളെ മിസൈൽ തകർക്കാനോ അല്ല ഓല സാധനം തകർക്കാൻ ശ്രമിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്? ഞങ്ങൾ മിസൈൽ വിടുന്ന അവിടേക്ക് എത്തുന്നത് ആ രീതിയിലാകുന്ന സമയം എന്തിനാണ് നിങ്ങൾക്ക് അമേരിക്ക കൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ നഷ്ടമല്ലാതെ ലാഭമൊന്നുമില്ല. ഇസ്രായേലും അമേരിക്കയും ഒറ്റ ലക്ഷ്യം മാത്രമേ കാണൂ, ലോകം മൊത്തം പിടിച്ചെടുക്കണം, ലോകത്തെ സമ്പാദ്യങ്ങളൊക്കെ അവരിലേക്ക് എത്തണം എന്ന ചിന്ത മാത്രമേ അമേരിക്കയ്ക്ക് ഇസ്രായേലുള്ളൂ. ഇസ്രായേലിനെ സംബന്ധിച്ച് ലോക രാജ്യം മൊത്തം കീപ്പെടുത്തി ഓലാക്കണം എന്നുള്ള ഒരു ചിന്ത. അമേരിക്കയെ സംബന്ധിച്ചോ എന്താ പണം, ബിസിനസ് മാത്രമാണ് മനസ്സിലാക്കി. ഓർമോസ് കടലിൽ എന്താ പറയുക, ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ വിചാരം എന്താ അറിയോ? ട്രംപ് വിചാരിച്ച കാര്യം എന്താ അറിയോ? ഒന്നുമല്ല, ഓർമോസ് കടലിൽ പിടിച്ചെടുക്കുക, അവിടുന്ന് ട്രോള് പിടിക്കുക, സമ്പാദിക്കുക. എന്നിട്ട് ഓർമോസ് ട്രംപ് അങ്ങനെ, അല്ലെങ്കിൽ ട്രംപ് ആ കടലിലെ പേര് ട്രംപ് എന്നാക്കുക. അതൊക്കെ മോങ്ങ കൊണ്ടായി വന്നത്. ശരിക്കും പറഞ്ഞാൽ ഇറാൻ്റെ അടി കണ്ടിട്ട് അടി കിട്ടിയിട്ട് എവിടേക്കാ പോകേണ്ടിയെന്ന് ഓർമ്മയില്ലാണ്ട് അറിയാൻ നിൽക്കുക. ഒരു രക്ഷയില്ല, തലങ്ങും വിലങ്ങും അടിയാണ്. ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഒരു രക്ഷയില്ല. കാരണം ചൈന, റഷ്യ എല്ലാവിധ സംവിധാനം ചെയ്ത് കൊടുക്കുകയാണ്. എന്താവശ്യമുണ്ട് ആ സംഗതി ഒക്കെ ചെയ്തുകൊണ്ട് ഇറാൻ്റെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചൈനീസ് റഷ്യ ഉണ്ട് എന്നുള്ളതാണ്. ആ കളി കണ്ട് നാറ്റോ രാജ്യങ്ങൾ, ഒരു രാജ്യം പോലും അമേരിക്കൻ്റെ ഭാഗത്ത് നിൽക്കില്ല. താൽക്കാലികമായി പറയുക മാത്രം, നിൽക്കാൻ യുദ്ധത്തിലേക്ക് ഇറങ്ങിയില്ല. കാരണം അറിയാം അവർക്ക് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നന്നായിട്ട് അറിയാം. ഏതായാലും ഈ ട്രംപിനെ സംബന്ധിച്ചോളം കിളി പോയ സമയമാണ് ഇപ്പോൾ ശരിക്കും പറയുകയാണ്. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെടാൻ ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കാൻ. താങ്ക് യു വെരി മച്ച്.